പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. ഇനി മുതൽ ഒരു മാസത്തേക്ക് ആശങ്കകൾ ഒന്നും തന്നെ വേണ്ട. അതിനുള്ളിൽ എല്ലാം ശരിയാകും എന്ന ശുഭസൂചനയാണ് സൗദി അറേബ്യ നൽകിയിരിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ അടക്കം സൗദിയിലേക്ക് യാത്രാവിലക്കുള്ള രാജ്യങ്ങളിലെ പ്രവാസി തൊഴിലാളികളുടെ ഇഖാമ, റീഎൻട്രി, സന്ദർശന വിസ എന്നിവയുടെ കാലാവധി നവംബർ വരെ സൗജന്യമായി പുതുക്കി നൽകുമെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. നാട്ടിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസമേകുന്നതാണ് ഈ വാർത്ത. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ഉത്തരവ് പ്രകാരമാണ് പ്രസ്തുത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മുമ്പ് പലതവണകളായി തന്നെ ഇഖാമയും റീഎൻട്രിയും പുതുക്കി നൽകിയിരുന്നു. സെപ്റ്റംബർ 30 വരെയായിരുന്നു നിലവിൽ ഇവയുടെ കാലാവധി ഉള്ളത്. ഇതാണ് 2 മാസം കൂടി സൗജന്യമായി പുതുക്കി നവംബർ 30 വരെയാക്കി ഉത്തരവ് ഇറക്കിയത്. കോവിഡ് പ്രതിസന്ധിയിലെ യാത്രാവിലക്ക് മൂലം നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ഈ ആനുകൂല്യം മുഖേന സൗദിയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും. പലരുടെയും ഇഖാമ, റീഎൻട്രി കാലാവധികൾ പലതവണ കഴിഞ്ഞുവെങ്കിലും വീണ്ടും പുതുക്കി ലഭിക്കുകയായിരുന്നു. തന്മൂലമാണ് ഇവർക്ക് സൗദിയിലേക്ക് മടങ്ങാൻ വഴിയൊരുങ്ങുന്നത്. നിലവിൽ സൗദിയിൽ നിന്ന് 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിലേക്ക് മടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുബായിയുടെ വിമാന കമ്പനികളായ എമിറേറ്റ്സും ഇത്തിഹാദും സൗദി അറേബ്യയിലേക്ക് സർവീസുകൾ തുടങ്ങി. ഇത്തിഹാദ് എയർവേസ് ഇന്നലെയാണ് സർവീസ് തുടങ്ങിയത്. ഇത്തിഹാദ് അവരുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ റിയാദിലേക്കാണ് എമിറേറ്റ്സ് സർവീസ് നടത്തിയത്. എമിറേറ്റ്സ് ഇന്നലെ സർവീസ് ആരംഭിച്ചുവെങ്കിലും ഇത്തിഹാദ് വിമാന സർവീസുകൾ സെപ്റ്റംബർ 14 മുതലേ ആരംഭിക്കുകയുള്ളൂ. ജിദ്ദയിലേക്കാണ് സെപ്റ്റംബർ 14 ആദ്യ സർവീസ് എന്ന് ഇത്തിഹാദ് അറിയിച്ചു. അവരുടെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. ദമാമിലേക്ക് സെപ്റ്റംബർ 15 മുതലും ഇത്തിഹാദ് വിമാന സർവീസ് ആരംഭിക്കുന്നതാണ്. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിലേക്ക് എമിറേറ്റ്സ് പ്രതിദിന സർവീസുകൾ നടത്തും. ആഴ്ചയിൽ 24 സർവീസ് ഉണ്ടാകും. സെപ്റ്റംബർ 16 മുതൽ റിയാദിലേക്കുള്ള സർവീസുകൾ ഇരട്ടിയാക്കുമെന്നും എമിറേറ്റ്സ് അറിയിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ തോത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സൗദി വിമാന സർവീസ് നിർത്തിവെച്ചത്. ഇപ്പോൾ നിരവധി രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിൽ നിന്നും സൗദി ഒഴിവാക്കിയിട്ടുമുണ്ട്. സൗദിയിലേക്ക് ഫ്ലൈ ദുബായ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. സെപ്റ്റംബർ 14 മുതൽ എയർ അറേബ്യയും സൗദിയിലേക്ക് വിമാന സർവീസുകൾ നടത്തും. UAE-യിൽ നിന്ന് വിമാന സർവീസ് ആരംഭിക്കുന്നത് വളരെ പ്രതീക്ഷയോടെയാണ് സൗദിയിലുള്ള പ്രവാസികൾ നോക്കിക്കാണുന്നത്. കോവിഡ് മൂലം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ രാജ്യങ്ങളെ സൗദി ഒഴിവാക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നിരോധനവും എടുത്തുമാറ്റുമെന്ന പ്രതീക്ഷയിലാണ് സൗദി പ്രവാസികൾ. UAE, അർജന്റീന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പുതുതായി സൗദി പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം സൗദിയിൽ നിന്ന് കോവിഡ് വ്യാപനം കുറയുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.